ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മെത്തഡോളജി ഫോർ സോഷ്യൽ സയൻസ് റിസർച്ചിലെ മൊഡ്യൂൾ 5 ആണ്. അതിൽ നമ്മൾ ഫസ്റ്റ് പറയുന്നത് ഡേറ്റ അനാലിസിസ് എന്നതാണ്. ഡേറ്റ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺക്ലൂഷൻസ് മേക്ക് ചെയ്യാനും ഡിസിഷൻ മേക്കിംഗ് സപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പാറ്റേൺസ് ഒക്കെ ഡിസ്കവർ ചെയ്യാനും നമ്മൾ ഡേറ്റയെ ക്ലീൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് എക്സാം ചെയ്യുന്ന ആ പ്രോസസ്സിനാണ് നമ്മൾ ഡേറ്റ അനാലിസിസ് എന്ന് പറയുക. അതിനകത്ത് ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഉണ്ട് ഡേറ്റ അനാലിസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റാണ് ഡേറ്റ എഡിറ്റിംഗ് ആൻഡ് കോഡിംഗ്. അതിൽ ഡേറ്റ എഡിറ്റിംഗ് എന്താണെന്ന് നോക്കാം. ഡേറ്റ എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റേൻ്റെ ആ ഡേറ്റ ആക്യുറേറ്റ് ആക്കുകയും കൺസിസ്റ്റൻസി ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ് ഡേറ്റ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. എന്തെങ്കിലും എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്ത് ആ എറേഴ്സ് ഫിക്സ് ചെയ്യണം. എന്തെങ്കിലും അനോമാലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്യും. ഓക്കെ, ദെൻ അതിനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഈ പേജ് ഈസ് റെക്കോർഡ് ആസ് 150 ഇറ്റ്സ് ഫ്ലാഗ്ഡ് ആൻഡ് കറക്റ്റഡ് ഓർ റിമൂവ്ഡ്. അപ്പോൾ അത് നമ്മൾ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ട് എങ്കിൽ അത് നമ്മൾ കണ്ടുപിടിച്ച് അത് തിരുത്തും. നെക്സ്റ്റ് ആണ് ഡേറ്റ കോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡേറ്റ കോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റേറ്റീവ് ഡേറ്റയെ ന്യൂമറിക്കൽ ഫോമിലേക്ക് ഈസി ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന ഇതാണ് ഡേറ്റ കോഡിംഗ് എന്ന് പറയുന്നത്. കോഡ്സ് അല്ലെങ്കിൽ നമ്പേഴ്സൊക്കെ അസൈൻ ചെയ്യും ഇത് കാറ്റഗറൈസ് ചെയ്യാൻ അല്ലെങ്കിൽ റെസ്പോൺസസ് ഒക്കെ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഫോർ സാറ്റിസ്ഫാക്ഷൻ ലെവൽസ് യൂസ് 1 ഫോർ വെരി സാറ്റിസ്ഫൈഡ്, 2 ഫോർ ഡിസാറ്റിസ്ഫൈഡ്. അങ്ങനെ ഇപ്പോൾ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസാറ്റിസ്ഫൈഡ് എന്നായിരിക്കും, 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും, 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും. അങ്ങനെ നമ്പേഴ്സ് അല്ലെങ്കിൽ കോഡ്സ് കൊടുക്കും എന്തെങ്കിലും റെസ്പോൺസ് അല്ലെങ്കിൽ കാറ്റഗറീസ് ഒക്കെ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്തത് മൂന്നാമത്തതാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റയെ ഓർഗനൈസ് ചെയ്യുകയും സമ്മറൈസ് ചെയ്യുകയും ചെയ്യാണ് അതിൻ്റെ ആ ക്യാരക്ടറിസ്റ്റിക്കും പാറ്റേൺസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഉണ്ട്, മീൻ, ആവറേജ്, മോഡ്, മീഡിയം അതൊക്കെ പറയുന്നത്. ദെൻ എക്സാമ്പിൾ പറയുന്ന ആവറേജ് ടെസ്റ്റ് കോസിൻ്റെ ഡേറ്റ സെറ്റ്, അത് അതിന് എക്സാമ്പിളാണ്. പിന്നെ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ നമ്മൾ റേഞ്ച്, വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. വേരിയേഷൻ ഇൻ ഇൻകം ലെവൽസ് അക്രോസ് എ പോപ്പുലേഷൻ. പിന്നെ ഫ്രീക്വൻസി റെസൊല്യൂഷനിൽ ഷോസ് ഹൗ ഓഫൻ വാല്യൂസ് അക്വയർ, അതിനൊരു എക്സാമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്. ദെൻ നാലാമത്തതാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോപ്പുലേഷനിൽ നിന്ന് എടുക്കുന്ന സാമ്പിളിന് ഫൈൻഡിങ്സ് ജനറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ. അതിനകത്ത് പറയുന്നതാണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, അതായത് നൾ ഹൈപ്പോത്തസിസ്, ഓൾട്ടർനേറ്റീവ് ഒക്കെ നമുക്ക് അസംഷൻസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ കോൺഫിഡൻസ് ഇൻ്റർവൽസ് ഉണ്ട്, അതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കുക. നാലാമതാണ് പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നോർമലി ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റാസിലാണ് ഇത് യൂസ് ചെയ്യുക. ഇൻ്റർവൽ അല്ലെങ്കിൽ റേഷ്യോ സ്കെയിൽസ് ഒക്കെ യൂസ് ചെയ്യും. അതിനും ഇത് പറയുന്നത് ടി ടെസ്റ്റ്, അനോവയ്ക്ക് അതിന് എക്സാമ്പിളാണ്. നോൺ പാരാമെട്രിക് ടെസ്റ്റ് പ്രത്യേക എന്താണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇതിനെപ്പറ്റി വലിയ അസംഷൻസും ഒന്നും ഉണ്ടാവില്ല. അതിൻ്റെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. മാൻ വിറ്റ്നി യു ടെസ്റ്റ്, ക്രിസ്കൽ വാലീസ് ടെസ്റ്റ്, കൈസ്കോർ ടെസ്റ്റ് ഒക്കെ എക്സാമ്പിളാണ്. റിലേഷൻഷിപ്പ്, കാറ്റഗറി വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് ടെസ്റ്റ് ചെയ്യാനും ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ്സുകൾ കമ്പയർ ചെയ്യാനും അങ്ങനെയൊക്കെയാണ് ഈ നോൺ പാരാമെട്രിക് ടെസ്റ്റ് യൂസ് ചെയ്യുക. പിന്നെ തെമാറ്റിക് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വാളിറ്റേറ്റീവ് മെത്തേഡാണ്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്? ഐഡൻറ്റിഫൈ, അനലൈസ് ആൻഡ് ഇൻ്റർപ്രറ്റ് പാറ്റേൺസ് ഇൻ ടെക്സ്റ്റുവൽ ഡേറ്റ. അതിൽ സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട് തെമാറ്റിക് അനാലിസിസിന്. ആദ്യം ഫെമിലറൈസേഷൻ ഉണ്ടാവണം, റീഡ് ആൻഡ് റീഡ് ദ ഡേറ്റ, നമ്മളത് വായിച്ച് നമുക്ക് ഫെമിലിയർ ആവണം. രണ്ടാമത്തേതാണ് ജനറേറ്റ് കോഡ്സ്, ലേബിൾ ഡേറ്റ റെലവൻറ്റ് ടു റിസർച്ച് ക്വസ്റ്റ്യൻസ്. 3 സെർച്ച് ഫോർ തീംസ്, ഡിഫറെൻറ്റ് അല്ലെങ്കിൽ സിമിലർ കോഡ്സ് ഒരു പാറ്റേൺസിലേട്ടാക്കി മാറ്റുക. പിന്നെ റിവ്യൂ തീംസ്, അതിനുശേഷം തീംസ് ഡിഫൈൻ ചെയ്യണം, ക്ലിയർലി നെയിം ഈ തീം. അതിനുശേഷം റിപ്പോർട്ട്, പ്രസൻറ്റ് തീംസ് വിത്ത് എക്സാമ്പിൾ ഫ്രം ദ ഡേറ്റ. എന്നിട്ട് ഇൻ്റർപ്രറ്റിംഗ് റിസൾട്ട് എന്താണെന്ന്. ഇൻ്റർപ്രറ്റിംഗ് ഫൈൻഡിങ്സ് മീൻസ് ലിങ്കിങ് ദം ടു റിസർച്ച് ഒബ്ജക്റ്റീവ്സ്. സ്റ്റെപ്സ് എന്താ നോക്കാം. കമ്പയർ ഫൈൻഡിങ്സ് വിത്ത് ഹൈപ്പോത്തസിസ് ആയിട്ട് ഫൈൻഡിങ്സ് കമ്പയർ ചെയ്യണം. ഫോക്കസ് ഓൺ പ്രാക്ടിക്കൽ, നോട്ട് എനി അനാലിസിസ് ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യുക. എക്സ്പ്ലോർ ഫ്യൂച്ചർ ഇംപ്ലിക്കേഷൻസ്. ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്, ഇഫ് എഡ്യൂക്കേഷൻ കോറിലേറ്റ്സ് വിത്ത് ഹയർ ഏർണിംഗ്സ് ഡിസ്കസ് വൈ ആൻഡ് ദ പോളിസി ഇംപ്ലിക്കേഷൻസ്. അടുത്തത് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷനിലെ പ്രിക്വേഷൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന്. ഡേറ്റ ക്വാളിറ്റി, ഡേറ്റയുടെ ക്വാളിറ്റി നമ്മൾ എൻഷുർ ചെയ്യണം, അതിൻ്റെ ആക്യുറേറ്റ് ആയിരിക്കണം, കംപ്ലീറ്റൻസ് ഒക്കെ നമുക്ക് എൻഷുർ ചെയ്യണം. മെത്തഡോളജി, ആ ഡേറ്റ ടൈപ്പിന് സ്യൂട്ട് ആയിട്ടുള്ള മോസ്റ്റ് സ്യൂട്ടബിൾ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യണം. ഓവർ ജനറലൈസേഷൻ നമ്മൾ അവോയ്ഡ് ചെയ്യണം. പിന്നെ കോൺടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെയൊക്കെ, റിസൾട്ടിനെ എഫക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. കൺട്രോൾ ബയസസ്, പേഴ്സണൽ ബയസസ് ഒക്കെ വരാനുള്ള ചാൻസസുകളൊക്കെ നമ്മൾ മിനിമൈസ് ചെയ്യണം. ഈ സ്റ്റെപ്സ് ഒക്കെ നമ്മൾ ആ ഡേറ്റ ആക്യുറേറ്റ് ആണ്, റിലയബിൾ ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ദെൻ എന്താണ് ഒരു റിസർച്ച് റിപ്പോർട്ട് എന്നാണ്. ഇറ്റ് ഈസ് എ ഫോർമൽ ഡോക്യുമെൻ്റ് ആണ് അല്ലേ. നമ്മുടെ ആ സ്റ്റഡിയുടെ ഔട്ട്കം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഫോർമൽ ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുക. അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും, നമ്മുടെ മെത്തേഡ്സ് ഏതാണ് യൂസ് ചെയ്തത്, നമ്മുടെ ഫൈൻഡിങ്സ് എന്താണ്, നമ്മൾ എന്ത് കൺക്ലൂഷനിലോട്ട് എത്തി, നമുക്ക് എന്ത് റെക്കമെൻഡേഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക, ഇതൊക്കെ അതിനകത്ത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഇനി എന്താണ് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് റിസർച്ച് റിപ്പോർട്ട്. ഫസ്റ്റ് വൺ, ക്ലാരിറ്റി ഉണ്ടാവണം. സിമ്പിളായിട്ട് ഉള്ള ലാംഗ്വേജിൽ നമ്മൾ ഭയങ്കര അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലാവും, ഒരു നോർമൽ പീപ്പിളിന് മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിൾ ആൻഡ് ക്ലാരിറ്റിയോട് കൂടി വേണം നമുക്കതിനകത്ത് നമ്മൾ ലാംഗ്വേജസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കൺസൈൻസ് ആയിരിക്കണം. മൂന്നാമത്തത് ഒബ്ജക്റ്റിവിറ്റി, ബയസ്ഡ് ഒന്നും ആവരുത്. നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻസ് ഒക്കെ അവോയ്ഡ് ചെയ്ത് നമുക്ക് കൃത്യമായ ഡേറ്റാസ് തന്നെ നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ടാവണം. ആക്യുറസി, നമ്മുടെ ഡേറ്റാസ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം, കാൽക്കുലേഷൻസ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം. പിന്നെ ലോജിക്കൽ ഫ്ലോ, സെക്ഷൻസ് ഒക്കെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടാവണം ലോജിക്കലി. പിന്നെ റെലവൻസ് ഉണ്ടായിരിക്കണം, അതായത് നമ്മുടെ ഒബ്ജക്റ്റീവ്സിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ സ്റ്റഡി ആയിരിക്കണം. പിന്നെ ഒരു റിസർച്ച് റിപ്പോർട്ടിൻ്റെ സ്ട്രക്ചർ എന്താണ്, ഒരു ടൈറ്റിൽ പേജ് വേണം. ടൈറ്റിൽ, ഇൻസ്റ്റിറ്റ്യൂഷൻ, ഡേറ്റ് ഓഫ് സബ്മിഷനെ കുറിച്ച് ടൈറ്റിൽ പേജ് വേണം. പിന്നെ അബ്സ്ട്രാക്ട്, ഒരു ഇതെല്ലാത്തിൻ്റെയും കൂടെ ഒരു സമ്മറി കവർ ചെയ്തിട്ടുള്ള ഒരു അബ്സ്ട്രാക്ട് വേണം. ടേബിൾ ഓഫ് കണ്ടന്റ്, നമ്മൾ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ കണ്ടന്റ്
കാണിക്കണം. പിന്നെ ഇൻട്രൊഡക്ഷൻ കാണിക്കണം. ലിറ്ററേച്ചർ റിവ്യൂ, നമ്മൾ പാസ്റ്റ് റിസർച്ച് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സമ്മറീസ് ഒക്കെ വെച്ച് ലിറ്ററേച്ചർ റിവ്യൂ, നമ്മൾ യൂസ് ചെയ്ത മെത്തേഡ്സ് ഒക്കെ വെച്ച് മെത്തഡോളജി കാണിക്കണം. റിസൾട്ട് നമ്മൾ എന്തൊക്കെ ഫൈൻഡിങ്സിലോട്ട് എത്തി, എന്താണ് റിസൾട്ട്, ഗ്രാഫ്, ടേബിൾസ് എന്തൊക്കെയാണ് കാണിക്കണം. പിന്നെ ഡിസ്കഷൻ, കൺക്ലൂഷൻ, നമ്മൾ എന്തിലോട്ടാണ് എത്തിച്ചേർന്നത്, ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടോ, റെക്കമെൻഡേഷൻസ് ഒക്കെ എന്തൊക്കെയാണ്, പിന്നെ റെഫറൻസ്, നമുക്ക് നമ്മൾ ഏതൊക്കെ സോഴ്സിലൂടെയാണ് സൈറ്റ് ചെയ്തിരിക്കുന്നത്, പിന്നെ അതൊക്കെ കാണിക്കണം. പിന്നെ അപ്പൻഡീസ്, അതായത് അഡീഷണൽ റോ ഡേറ്റ ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണിക്കണം. നെക്സ്റ്റ് വരുന്നത് റൈറ്റിംഗ് സ്റ്റൈൽസ് ആണ്. 4 സ്റ്റൈൽസ് ആണുള്ളത്. APA സ്റ്റൈൽ, MLA, ASA ആൻഡ് ചിക്കാഗോ മാനുവൽ ഓഫ് സ്റ്റൈൽ. ഫസ്റ്റ് APA മീൻസ് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ. സൈക്കോളജി സോഷ്യൽ സയൻസിലൊക്കെയാണ് ഇത് കോമൺലി യൂസ് ചെയ്തിരിക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സ്മിത്ത് 2020. ആദ്യം എന്താണ് ഓതറിൻ്റെ നെയിം, പിന്നെ ഇയർ, അങ്ങനെയാണ് കൊടുക്കുക. പിന്നെ റെഫറൻസ്, അതിനും എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. MLA യൂസ്ഡ് ഇൻ ഹ്യൂമാനിറ്റീസ്, അതിനും എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതുപോലത്തെ രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ASA മീൻസ് അമേരിക്കൻ സോഷ്യോളജി അസോസിയേഷൻ ആണ്, യൂസ്ഡ് ഇൻ സോഷ്യോളജി ആണ്. റെഫറൻസ് കൊടുത്തിട്ടുണ്ട്, എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ചിക്കാഗോ മാനുവൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി ആൻഡ് ബിസിനസ്സിലാണ് പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു റിസർച്ച് പേപ്പർ റൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സെലക്ട് ടോപ്പിക്, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ലെങ്കിൽ സബ്ജക്ട് നമ്മൾ ചൂസ് ചെയ്യുക. റിസർച്ച് കണ്ടക്ട് ചെയ്യുക. ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്ത് ബുക്സിൽ നിന്ന് ജേർണൽസിൽ നിന്നൊക്കെ ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്യുക. ക്രിയേറ്റ് ആൻഡ് ഔട്ട്ലൈൻ, സെക്ഷൻസ് ഒക്കെ, അതായത് ഇൻട്രൊഡക്ഷൻ, മെത്തേഡ്സ്, റിസർച്ച്, അങ്ങനെ സെക്ഷൻസ് ഒക്കെ ഓർഗനൈസ് ചെയ്തൊരു ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യുക. ഡ്രാഫ്റ്റ് റൈറ്റ് ചെയ്യുക. അതിനുശേഷം റിവൈസ് ആൻഡ് എഡിറ്റ്, ക്ലാരിറ്റി ഒക്കെ ചെക്ക് ചെയ്ത് ഗ്രാമറൊക്കെ നോക്കുക. ശേഷം ഫോർമാറ്റ് ആൻഡ് സെറ്റ്, അപ്രോപ്രിയേറ്റ് ഉള്ള സൈറ്റേഷൻ സ്റ്റൈൽസ് ഒക്കെ കൊടുക്കുക. പിന്നെ കീ റിസർച്ച് മെട്രിക്സ് ആണ്. ഫസ്റ്റ് വൺ സൈറ്റേഷൻ ഇൻഡെക്സ്. എങ്ങനെയാണ് ഒരു പേപ്പർ മറ്റുള്ളവരാൽ സൈറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് ട്രാക്ക് ചെയ്യുന്നതാണ് സൈറ്റേഷൻ ഇൻഡെക്സ്. രണ്ടാമത്തേത് ഇമ്പാക്ട് ഫാക്ടറാണ്. ഒരു ജേർണൽ പേപ്പറിൻ്റെ ആവറേജ് സൈറ്റേഷൻസ് മെഷർ ചെയ്യുന്നതാണത്. ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസർച്ചിൻ്റെ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഇമ്പാക്ട് അസസ് ചെയ്യുന്നതാണ്. ഓക്കെ, അതിന് എക്സാംസ് ഒക്കെയാണ് നിങ്ങൾ നോക്കുക. പിന്നെ ഫൈനൽ നോക്കുക. റിസർച്ച് എത്തിക്സ് എന്താണ്? റിസർച്ച് എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി, ഫെയർ, അങ്ങനെ എല്ലാ ട്രാൻസ്പെറൻറ്റ് ഒക്കെ നോക്കി നമ്മൾ ഗൈഡ് ലൈൻസ് ആണെങ്കിൽ നമ്മളത് എൻഷുർ ചെയ്യും എന്നുള്ളതിൻ്റെ ഗൈഡ് ലൈൻസിനാണ് നമ്മൾ റിസർച്ച് എത്തിക്സ് എന്ന് പറയുക. അതിൻ്റെ കീ പ്രിൻസിപ്പിൾസ് പറഞ്ഞാൽ ഇൻഫോംഡ് കണ്ടന്റ്, പാർട്ടിസിപ്പൻസ് മസ്റ്റ് വോളണ്ടറിലി അഗ്രി ആഫ്റ്റർ അണ്ടർസ്റ്റാൻഡിംഗ് ദ സ്റ്റഡീസ് പർപ്പസ് ആൻഡ് റിസ്ക്, കോൺഫിഡൻഷ്യാലിറ്റി. ഇപ്പോൾ എന്തെങ്കിലും പേഴ്സണൽ ഡേറ്റാസ് അങ്ങനെ നമ്മൾ കോൺഫിഡൻഷ്യൽ ആയിട്ട് നമ്മൾ അതിൻ്റെ പ്രൈവസി കീപ്പ് ചെയ്തിട്ടുണ്ടാവണം. ഹോണസ്റ്റ് ആയിരിക്കണം. നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് എന്താണോ കിട്ടിയത് അത് നമ്മൾ ഹോണസ്റ്റ് ആയിട്ട് നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുണ്ടാവണം. എന്തെങ്കിലും ഹാംസ് ഒക്കെ നമ്മുടെ പാർട്ടിസിപ്പൻസ് ഒക്കെ വരികയും അത് നമുക്ക് പ്രൊട്ടക്ട് ചെയ്ത് അതൊക്കെ അവോയ്ഡ് ചെയ്യണം. ട്രാൻസ്പെറൻസി, ആ മെത്തേഡ്സ് യൂസ് ചെയ്തതൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടാവണം. എന്താണ് പ്ലാഗിയറിസം? മറ്റുള്ളവരുടെ വർക്ക് നമ്മൾ അവരുടെ പെർമിഷൻ ഇല്ലാതെ യൂസ് ചെയ്യുന്നത് അൺഎത്തിക്കലാണ്. അതിന് ടൈപ്സ് പറയുന്നുണ്ട്. ഡയറക്റ്റ് കോപ്പിംഗ്, പാരഫ്രേസിംഗ് വിതൗട്ട് സൈറ്റേഷൻ, സെൽഫ് പ്ലാഗറൈസിംഗ് ഓർ മൊസൈക്ക്. ഇതൊക്കെയാണ് അതിൻ്റെ ടൈപ്സ് ആയിട്ട് പറയുന്നത്. നമ്മൾ എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം? പ്രോപ്പർലി ആയിട്ടുള്ള സൈറ്റേഴ്സ്, നമ്മൾ സോഴ്സ് ഏതൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ എന്താണ് ഡിറ്റക്ഷൻ ടൂൾസ് ഒക്കെ അത് ഡിറ്റക്ട് ചെയ്യാനായിട്ടുള്ളത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവണം. ഇതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്ന് വെച്ചാൽ റിജക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ക്രെഡിബിലിറ്റി തന്നെ ലോസ് ചെയ്യാം. അക്കാദമിക് പെനാൽറ്റീസ് ലൈക്ക് സസ്പെൻഷൻസ് ഒക്കെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ മറ്റ് ലീഗൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. പിന്നെ പ്രെഡേറ്ററി പബ്ലിക്കേഷൻസ് എന്താണെന്ന് വെച്ചാൽ ഫേക്ക് ജേർണൽസ് എക്സ്പ്ലോയിറ്റ് റിസർച്ചേഴ്സ് ബൈ ചാർജിങ് ഫീസ് വിതൗട്ട് ക്വാളിറ്റി സർവീസസ് ലൈക്ക് പിയർ റിവ്യൂ. ഫേക്ക് ജേർണൽസ് നമ്മുടെ റിസർച്ചറിനൊക്കെ ക്വാളിറ്റി ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്ത് തന്നെ ഹൈ ഫീസ് വെച്ചിട്ട് ചാർജ് ചെയ്യുന്നതിനാണ് പ്രെഡേറ്ററി പബ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അത് ഐഡന്റിഫൈ ചെയ്ത് ചെക്ക് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഡേറ്റാബേസുകൾ ചെക്ക് ചെയ്യുക. എഡിറ്റോറിയൽ ബോർഡ്സ് ആൻഡ് പിയർ റിവ്യൂസ് ക്ലെയിംസ് ഒക്കെ നോക്കുക. അതിൻ്റെ കോൺസിക്വൻസസ് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിബിലിറ്റി ലോസ് ആവും, റിസർച്ചിൻ്റെ ഇമ്പാക്ട്, അക്കാഡമിക് റെക്കഗ്നീഷൻസ് ഒക്കെ പ്രശ്നം. ദെൻ ആണ് ക്ലൗൺഡ് ജേർണൽസ് എന്താണ്? ഫ്രോഡുലന്റ് കോപ്പീസ് ഓഫ് ലെജിറ്റിമേറ്റ് ജേർണൽസ് ട്രിക്ക് റിസർച്ചേഴ്സ് വിത്ത് ഫേക്ക് വെബ്സൈറ്റ്സ് ആൻഡ് ഓഫേഴ്സ്. ഡിറ്റക്ഷൻ വെരിഫൈഡ് ത്രൂ ഒഫീഷ്യൽ ഡയറക്ടറീസ്. നമുക്കത് വെരിഫൈ ചെയ്യാനായിട്ട് പറ്റും. കോൺസിക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെപ്യൂട്ടേഷൻ ഡാമേജ് ഉണ്ടാവും, റിസർച്ച് ക്രെഡിബിലിറ്റി ലോസ് ആവും, റീട്രാക്ടിങ് വർക്കിൽ ഡിഫിക്കൽട്ടി ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. 5th മൊഡ്യൂളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് കവർ ചെയ്തത്. കൂടുതലായിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഓൾറെഡി എല്ലാം വായിച്ചൊക്കെ നോക്കുക. ഞാൻ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ അത്യാവശ്യം പാസ് മാർക്ക് അല്ലെങ്കിൽ ഒരു മൊഡ്യൂളിൽ നിന്ന് എന്തൊക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ എന്താ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടണം, അങ്ങനത്തെ അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 12 മിനിറ്റ്സ് കൊണ്ട് ഒരു മൊഡ്യൂൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത്ര ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, താങ്ക് യു.